തങ്ങളുടെ ഭരണകാലത്തും നിരവധി സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിയിട്ടുണ്ട് എന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. സർജിക്കൽ സ്ട്രൈക്കിന്റെ പേരിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നത് വില കുറഞ്ഞതും അംഗീകരിക്കാനാവാത്തതുമായ പ്രവൃത്തിയാണ് എന്നും ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. 40ഓളം ജവാന്മാർ പുൽവാമ ആക്രമണത്തിൽ രക്തസാക്ഷികളായി, അതും ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ ദേശീയപാതയിൽ വെച്ച്. ഇത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ പാകിസ്ഥാൻ ആസ്ഥാനമാക്കിയുള്ള നിരവധി തീവ്രവാദ ഗ്രൂപ്പുകൾ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തി. പത്താൻകോട്ട് ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ISIയെ ക്ഷണിച്ചത് തന്നെ മോദി സർക്കാർ നടത്തിയ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ വിഡ്ഢിത്തമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഭീഷണികളെയും ആക്രമണങ്ങളെയും നേരിടാൻ ഞങ്ങൾ സൈന്യത്തിന് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിരുന്നു. തൊഴിലില്ലായ്മ, സാമ്പത്തിക തകർച്ച, ഗ്രാമീണ നഗര മേഖലകളിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് മോദി സർക്കാർ ഇത്തരം അവകാശവാദങ്ങളുമായി രംഗത്ത് വരുന്നത്. മുംബൈ ആക്രമണ സമയത്ത് UPA സർക്കാരിന്റെ ഇടപെടൽ പരാജയമായിരുന്നുവെന്ന മോദിയുടെ വിമർശനത്തോടും മൻമോഹൻ സിംഗ് പ്രതികരിച്ചു. വസ്തുതകൾ പരിശോധിക്കാതെ ചരിത്രത്തെ ആർക്കും വിമർശിക്കാം. അന്ന് നമ്മുടെ സൈന്യം സജ്ജമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം പാകിസ്ഥാനെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തുക എന്നും തീവ്രവാദികൾക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കുക എന്നതുമായിരുന്നു. മുംബൈ ആക്രമണം നടന്ന 14 ദിവസത്തിനുള്ളിൽ ഹാഫിസ് സയ്യിദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിനൊപ്പം അയൽരാജ്യമായ ചൈനയും നിന്നു. മൻമോഹൻ സിംഗിന്റെ അഭിമുഖത്തിന് പിന്നാലെ UPA ഭരണകാലത്ത് നടത്തിയ മിന്നൽ ആക്രമണങ്ങളുടെ പട്ടികയുമായി കോൺഗ്രസ് നേതാവ് രാജീവ് ശുക്ല രംഗത്തെത്തി. 2008-2014 കാലയളവിനുള്ളിൽ UPA സർക്കാർ 6 മിന്നൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് രാജീവ് ശുക്ല പറഞ്ഞു. തിരിച്ചടികൾ നടത്തിയ വർഷവും മാസവും തീയതിയും സഹിതമാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കണക്ക് നിരത്തിയത്. ആദ്യത്തെ മിന്നൽ ആക്രമണം 2008 ജൂൺ 19 ജമ്മു കാശ്മീരിലെ പൂഞ്ചിലെ ബട്ടൽ പ്രവിശ്യയിലായിരുന്നു. രണ്ടാമത്തെ ആക്രമണം 2011 സെപ്റ്റംബർ 30 ഷർദ പ്രവിശ്യയിൽ. മൂന്നാമത്തേത് 2013 ജനുവരി 6 സാവൻ പത്ര ചെക്ക് പോസ്റ്റിൽ. അടുത്തത് 2013 ജൂലൈ 27 നാസാപീർ പ്രവിശ്യയിൽ. നാലാമത്തേത് നാസാപീർ പ്രവിശ്യയിൽ തന്നെ 2013 ജൂലൈ 28 അഞ്ചാമത്തേത് 2013 ആഗസ്റ്റ് 6 നീലം താഴ്വരയിൽ. ആറാമത്തേത് 2014 ജനുവരി 14 തങ്ങൾ നിരവധി മിന്നലാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് മുൻപും പറഞ്ഞിട്ടുണ്ടെങ്കിലും കണക്കുകൾ സഹിതം അവതരിപ്പിക്കുന്നത് ഇത് ആദ്യമായാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.